ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് 12/648 കൊങ്കു എക്സ്പ്രസ്സിലാണ്. കൊങ്കു എക്സ്പ്രസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മഹബൻഗർ എന്ന് പറയുന്ന സ്ഥലമാണ്. മഹബൻഗർ എന്ന് പറയുന്നത് തെലങ്കാന സ്റ്റേറ്റാണ്. തെലങ്കാന സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഫേമസ് സ്ഥലം കൂടിയാണ് മഹബൻഗർ എന്ന് പറയുന്നത് കേട്ടോ. ജുരാല ഡാം, കൊലിസാക്കർ ഡാമെല്ലാം ഉള്ളൊരു സ്ഥലം കൂടിയാണ് മഹബൻഗർ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സാരി ഉണ്ട്, ഗഡ്വാൾ സാരി. അത് ഒരു ഫേമസ് സാധനമാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കുറേ സ്ഥലങ്ങളുണ്ട്. മൈനിങ്, ഈ ഗോൾഡൊക്കെ ഇതുണ്ടല്ലേ, അതൊക്കെ മൈനിങ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ മഹബൻഗർ എന്ന് പറയുന്നത്. പിന്നെ സോമശില ടെമ്പിള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഗോൽക്കൊണ്ട മൈൻസ്, അതൊക്കെ എല്ലാം നമ്മുടെ ഈ ഒരു സ്ഥലത്താണ്, ഈ ഇതിലൂടെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം സ്റ്റോൺ, ഈ പാറക്കല്ലുകളാണ് കേട്ടോ. അവിടെ ഫുള്ള് ഈ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ള് മലകളും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഈ വണ്ടി പോകുന്ന സ്ഥലങ്ങൾ ഫുള്ള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത് കേട്ടോ. ഇത് കാരണം നല്ല ചൂടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മഹബൻഗർ എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഫുള്ള്. ഈ ഒരു ഭാഗം ഫുള്ള് പാറക്കല്ലുകളായിട്ട് നിറഞ്ഞ മലകളും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. കാണാൻ നല്ല സൂപ്പർ സ്ഥലമാണ്. നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കാരണം നമുക്ക് ട്രെയിന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി അതിൻ്റെ അങ്ങോട്ടൊക്കെ നടക്കാൻ പോലും തോന്നും. അത്രയ്ക്ക് സൂപ്പർ സ്ഥലമാണ്. ഈ മലയുടെ താഴ്വാരത്ത് എന്താണ് ഈ വയൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഈ വിളവെടുപ്പൊന്നും അല്ല, കാരണം ഇതെല്ലാം ഇപ്പോൾ അതിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു. വിളവ് ഈ നടുന്ന സമയത്ത് ഇതുവഴി യാത്ര ചെയ്യണം, നല്ല രസമാണ് കേട്ടോ. രാവിലെയൊക്കെ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇച്ചിരി ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. എന്നാലും കാണാനൊക്കെ നല്ല സൂപ്പറാണ്. കണ്ടില്ലേ, ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ നെല്ലൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ അങ്ങേറ്റത്തൊരു മല ഉണ്ടല്ലേ, ആ മല ഇങ്ങനെ കിടക്കുകയാണ് കണ്ടോ. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ പാലക്കാടിൻ്റെ ചെരുവിലൂടെ കാണുന്നില്ലേ, അതുപോലെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരുന്ന വഴിക്ക് മൊത്തം സോളാറിൻ്റെ ഐറ്റംസാണ്. സോളാർ വഴിയുള്ള ഫുള്ള് സോളാർ പാനലുകളാണ്. ഏക്കർ കണക്കിന് സോളാർ പാനലുകളാണ്. നമ്മൾ ഈ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇത് ഫുള്ള് ഈ സൈഡ് ഫുള്ള് രണ്ട് സൈഡും സോളാറിൻ്റെ പരിപാടിയാണ്. സോളാറിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ വൈദ്യുതിയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ. ഇതിനി ഗവൺമെൻറ്റിൻ്റെ ആണോ ഇതിനി പ്രൈവറ്റിൻ്റെ സംഭവങ്ങളാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് ഓരോ വസ്തുവിൽ ഇത് കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ഫുള്ള് സോളാറിൻ്റെ പരിപാടികളാണ്. ട്രെയിനിൽ ഇരുന്നുണ്ട്. ട്രെയിൻ നല്ല സ്ലോയിലാണ് വണ്ടി ഓടുന്നത്. സംഭവം ഈ മഹബൻഗറിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ വിചാരിച്ചു വണ്ടി നല്ല സ്പീഡായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സ്പീഡൊന്നും ഇല്ല. വണ്ടി ഇങ്ങനെ ഇഴഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. സിഗ്നൽ കിട്ടാത്തയാണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. വണ്ടി നല്ല ഇഴച്ചിലാണ്. വണ്ടി 2-2.5 മണിക്കൂർ ലേറ്റായിട്ടാണ് വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ തെലങ്കാന സ്റ്റേറ്റാണ്. അപ്പം ഇവിടുത്തെ ഈ വൈദ്യുതി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഇതുണ്ട് കേട്ടോ. കാരണം ഈ സോളാറിൻ്റെ പരിപാടികളൊക്കെ. അപ്പം ഇപ്പുറത്തെ സൈഡ് വന്നപ്പോൾ കാണാൻ ഇത് മൊത്തം കരിമ്പിൻ്റെ പരിപാടികളാണ്. ഈ ഒരു സൈഡിൽ കരിമ്പ്, അതിനപ്പുറത്ത് സോളാർ, അതെല്ലാം സൈഡിൽ ഫുള്ള് സോളാറാണ്. കാരണം ഏറ്റവും കൂടുതൽ ചൂട് ഏൽക്കുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഭയങ്കര ചൂടായിരിക്കും. കാരണം പറഞ്ഞാൽ ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടായിരിക്കും. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി ചൂടായിരിക്കും. അതാണ് ഈ സോളാറിൻ്റെ പരിപാടികൾ അവരിവിടെ വെച്ചേക്കുന്നത്. കാരണം ഈ സ്റ്റോൺ, ഈ പാറക്കല്ലുകളൊക്കെ ഇല്ലേ, പാറക്കല്ലിൻ്റെ സൈഡിലൊക്കെ നല്ല ചൂടല്ലേ അടിക്കുന്നത്. നല്ല ഇപ്പം തന്നെ ഞങ്ങൾ വണ്ടി ഇരുന്നിട്ട് തന്നെ ചെറിയ ചൂട് ഏൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ എല്ലാം വയലിലേക്ക് കൃഷികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് കൃഷിയൊക്കെ. ചിലയിടത്ത് ഇങ്ങനെ പച്ചപ്പായിട്ട് വരുന്നുണ്ട്, ചിലയിടത്ത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ നെല്ലാണെങ്കിൽ ഒരു സൈഡിൽ കരിമ്പ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം വണ്ടി ഇങ്ങനെ ഇഴഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം കണ്ടില്ലേ, ആ അങ്ങേയറ്റം കണ്ടല്ലോ, ഈ നമ്മൾ ഈ ട്രെയിൻ പോകുന്നതിൻ്റെ അങ്ങേയറ്റം കണ്ടില്ലേ, അത് ഫുള്ള് സോളാറാണ്. സോളാറിൻ്റെ പരിപാടിയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഏക്കർ കണക്കിന് സോളാർ ഇങ്ങനെ വെച്ചേക്കുകയാണ്. ഇതിൽ നിന്നുള്ള കറണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിക്കുന്നത്. സംഭവം വേറെ ലെവല് കേട്ടോ. ഈ വണ്ടി പോകുന്ന വഴിക്കും കണ്ടിട്ട് തന്നെ ഇത് സംഭവം വേറെ സെറ്റാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ വണ്ടി ഇഴഞ്ഞ് ഇങ്ങനെ വരികയാണ്. വന്ന വഴിക്ക് തന്നെ വലിയൊരു ബ്രിഡ്ജ് ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണ് കേട്ടോ. താഴെ താണ്ട പോത്തും കുട്ടികൾ കണ്ടാണ് മേയ്ക്കുന്നുണ്ടല്ലേ താഴെ. സൂപ്പറാണ് കേട്ടോ. ഞാൻ ഈ ഡോറിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഡേഞ്ചറായിട്ട് തോന്നുന്നുണ്ട്. കാരണം നല്ല ഒലച്ചിലുണ്ട് വണ്ടിക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലൊന്നും കയറി ഇന്ന് വീഡിയോ എടുക്കരുത്, സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ വ്ളോഗേഴ്സും അല്ലാതെയുള്ള യാത്ര ചെയ്യുന്നവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഈ ഒരു ഇങ്ങനെയൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റില്ല, പ്രഷർ അടിച്ച് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല, ജീവൻ പോകും. അതുകൊണ്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വീഡിയോ ഒക്കെ എടുക്കുന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം വീഡിയോ എടുക്കാനും കേട്ടോ. ഞാൻ ഈ ഡോറിൻ്റെ സൈഡിൽ നിന്നിട്ട് തന്നെ എനിക്ക് കായും കാലൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വണ്ടി നല്ല സ്ലോയിലാണ് ഓടുന്നത് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജ് വണ്ടി നല്ല സ്ലോയിലാണ് വണ്ടി ഓടുന്നത്. അങ്ങനെ മഹബൻഗർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ഇപ്പം നല്ല വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി കിടക്കുകയാണ്. നല്ലൊരു മഴയൊക്കെ പെയ്യുമ്പോൾ ഇതെല്ലാം വെള്ളം കയറും. ഈ സൈഡിലെല്ലാം വെള്ളം കയറി
വേറെ ലെവലോ അറിഞ്ഞ് കൃഷിയൊക്കെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചെയ്യുന്നതായിരിക്കും എടുക്കുന്നവർ. അങ്ങനെ വണ്ടി ഓടി അലംപൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ്. വണ്ടി ഇങ്ങനെ സ്മൂത്തായിട്ട് വരികയാണ് കേട്ടോ. ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അലംപൂർ റോഡിൽ കയറിയപ്പോൾ തന്നെ സ്മൂത്തായിട്ടാണ്. ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല. ചിലപ്പോൾ ഇവിടെ സിഗ്നൽ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. മിക്കവാറും പിടിച്ചിട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പം അലംപൂർ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അലംപൂർ എന്ന് പറഞ്ഞാൽ അലമ്പ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അലംപൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത്. അങ്ങനെ അലംപൂർ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത് നേരെ വന്നത് തുംഗഭദ്ര റിവർ ക്രോസ് ചെയ്യാണ് കേട്ടോ. തുംഗഭദ്ര റിവറിലൊക്കെ എത്തിയപ്പോൾ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തപ്പം ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തുംഗഭദ്ര റിവർ ക്രോസ് ചെയ്തിരിക്കുന്നത്. തുംഗഭദ്ര റിവർ ക്രോസ് ചെയ്തപ്പോൾ ചെറിയൊരു സ്പീഡ് ആയിട്ടുണ്ട് വണ്ടിക്ക്. കാരണം മറ്റേ റിവർ ഇത് രണ്ടും അടുത്തടുത്തുള്ള റിവർ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്ലോ ആയത്. ഇപ്പോൾ ഇവിടുന്ന് റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്പീഡായിട്ടുണ്ട് വണ്ടിക്ക്. അങ്ങനെ അലംപൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് കുർണൂൽ സിറ്റിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നല്ല കിടില റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് ഇന്ത്യയിലെ നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് കേട്ടോ കുർണൂൽ സിറ്റി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ. റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. പ്ലാറ്റ്ഫോമൊക്കെ നല്ല ക്ലിയറാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല ചൂടുണ്ട്. കുർണൂലെത്തിയപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുർണൂൽ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. കുർണൂൽ സിറ്റി റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മൾ ഈ ലോങ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. ചെറിയ വീഡിയോകൾ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ചെറിയ യാത്രകൾ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴികളിലെല്ലാം കാണിച്ച് പോകുന്നതിലായിരുന്നു നല്ലത്. അതുകൊണ്ട് ചെറിയ വീഡിയോകളിൽ കണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. കോയമ്പത്തൂർ വരെയാണ് ഈ ട്രെയിനിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് അങ്ങേറ്റം കണ്ടില്ലേ, അങ്ങേറ്റത്തെ സ്റ്റോൺ കണ്ട് പാർക്കിലുണ്ടല്ലേ, കിട്ടില്ലല്ലേ കണ്ടോ, സൂപ്പറല്ലേ. ഇത് വൻ സെറ്റപ്പാണ് കേട്ടോ. കൂടെയുള്ള സമയത്ത് ചെല്ലുവാണെങ്കിൽ പേടും, അങ്ങനെയുള്ള രീതിയാണ്. ഇപ്പം വണ്ടിക്ക് നല്ല സ്പീഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുർണൂൽ സിറ്റി പാസ് ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.